ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജാമി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, വളരെ ശ്രദ്ധേയമായ ഒരു കാൽവയ്പ്പാണ് നിങ്ങളുടേത്. എന്നാൽ എന്തിന് സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഭാരതീയ ചിന്തയെ പഠിക്കണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് പഠിക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരിക. മതപരമായ തലങ്ങളിൽ ഒന്നുകിൽ ഇതര മതവിഭാഗങ്ങൾക്കെതിരെ സംഘടിക്കുന്നതിന്, അതിന് പര്യാപ്തമായ യാതൊന്നും ശരിയായ അർത്ഥത്തിൽ സനാതനധർമ്മത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ പഠനം പലപ്പോഴും പകുതി വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം ഭാരതീയ ചിന്ത ഒന്നാമത് സംഘടിതമാകുവാൻ പര്യാപ്തമായിട്ടല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ തകരാറെന്ന് ഞാൻ പറയുന്നത് ഇന്നത്തെ നിലയിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഏതാണ്? ഇന്നലത്തെ നിലകളിൽ. ഒന്നാമത് വ്യക്തികൾ അല്ലെങ്കിൽ വിശിഷ്യ സംഭവിക്കുന്നവയാണ് എല്ലാ ജീവജാലങ്ങളും. അതുകൊണ്ട് വിശേഷവിധിയായി ഒരെണ്ണം സംഭവിച്ചാൽ അതിൻ്റെ യാത്ര തികച്ചും ഏകാന്തത്തിലാണ്. എല്ലാ ധർമ്മങ്ങളും വ്യക്തിയിൽ വിശിഷ്ടമായാണ് സംഭവിക്കുന്നത്, സാമൂഹികമല്ല. ഈ കാഴ്ചപ്പാടിലാണ് ഭാരതീയ ചിന്ത ആവിർഭവിച്ചിട്ടുള്ളത്, നിലനിന്നിട്ടുള്ളത്, വളർന്നിട്ടുള്ളത്. പക്ഷെ ഇന്നാകട്ടെ സമൂഹമെന്ന നിലയിലാണ്, സംഘടിതമെന്ന നിലയിലാണ് ലോകം മുന്നേറുന്നത്. ഇത് പ്രത്യേകിച്ചും പാശ്ചാത്യ സംഭാവനയാണ്. അതുകൊണ്ട് ഇന്ന് ഭാരതീയർ കൈകാര്യം ചെയ്യുന്നത് പ്രാതസ്മരണീയനായ, ബഹുമാന്യനായ, ആചാര്യവര്യനായ സ്വാമി വിവേകാനന്ദനെ, അദ്ദേഹത്തിൻ്റെ 150ാം ജന്മദിനമാണിപ്പോൾ കഴിഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ ബേസ് ചെയ്തുള്ള ഒരു സങ്കല്പത്തിൻ്റെ വളർച്ചയാണ് ഇന്ന് നാം സനാതനധർമ്മം എന്ന പേരിൽ കാണുന്നത് അധികവും. അദ്ദേഹത്തിൻ്റെ ആസേതു ഹിമാചലമുള്ള യാത്രയുടെ അടിസ്ഥാനത്തിലും ചിന്തയുടെ അടിസ്ഥാനത്തിലും ആണ് ഭാരതീയർ സംഘടനയെക്കുറിച്ച് ആദ്യമായി ചിന്തിക്കുന്നത്. അതിനുള്ള ബീജങ്ങൾ ഭാരതീയമല്ല. സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, തികച്ചും പാശ്ചാത്യമാണ്. സ്വാമിജി പാശ്ചാത്യ ലോകത്ത് ചെല്ലുമ്പോൾ സ്വാമിജിയെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ സംഘടനാ പാഠവും. അതവരുടെ ജനിതകത്തിലുള്ളതാണ്. ഭാരതീയർക്കാകട്ടെ അവരുടെ ജനിതകങ്ങളിൽ സംഘടിച്ചു മുന്നേറുവാനുള്ളതൊന്നും ഇല്ല.
പരസ്പരം യോജിക്കുവാനുള്ളതൊന്നുമില്ല. കാരണം മനുഷ്യൻ യോജിക്കുന്നതും ചേരുന്നതും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 തലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ പ്രാചീനരുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ വിശദീകരിച്ച് പറയാം, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യ അധ്യാസം. ഇതിനെയാണ് ജാഗ്രത് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ സാങ്കേതിക ശബ്ദം. സാങ്കേതിക ശബ്ദം കേട്ട് വിഷമിക്കണ്ട. കാരണം നിങ്ങൾ ഒട്ടേറെ സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നിയമത്തിൽ ആൻഡ്, ഓറ്, ഇതിനൊന്നും ഭാഷയിലെ ആൻഡിൻ്റെയും ഓറിൻ്റെയും ഒന്നും അർത്ഥമല്ല എന്ന് വ്യക്തമായി അറിയുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്യാൻ പറ്റും എളുപ്പത്തിലെന്നാണ് എൻ്റെ വിശ്വാസം. am I right? അതുകൊണ്ട് സാങ്കേതിക ശബ്ദങ്ങൾ ഇല്ലാതെ ഒരു ശാസ്ത്രം പഠിക്കാനാവില്ല. സാങ്കേതിക ശബ്ദങ്ങളാകട്ടെ അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്നതുമാണ്, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ കാണുന്ന വിഷയങ്ങളെ കാണുന്നു. ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് മുതൽ നമ്മൾ കാണുന്നത് വിഷയത്തെ ആസ്പദമാക്കിയല്ല. വിഷയങ്ങളിലെല്ലാം നമ്മെ ആകർഷിക്കാനുള്ള ഒരു ദേവത ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഭാരതീയ ചിന്ത. അതേപോലെ തന്നെ ആ വിഷയത്തെ ആകർഷിക്കാനുള്ള ഒരു ദേവത നമ്മിലും ഇരിപ്പുണ്ടെന്നാണ് ഭാരതീയ ചിന്ത. ഇത് രണ്ടും ചേർന്ന് നടക്കുന്ന സംവേദനം ഏകാന്തവും രഹസ്യവും ആണ്. അതുകൊണ്ടാണ് വ്യക്തികൾ വിഭിന്നരായിത്തീരുന്നത്. കണ്ണുകൾ ഭൗതികമാണ്, ചെവി ഭൗതികമാണ്, വിഷയങ്ങൾ ഭൗതികമാണ് എന്ന് പഠിച്ച ആധുനികർ എന്തുകൊണ്ടാണ് വിഷയം പ്രതി വ്യത്യസ്തരാകുന്നത്? ഒരാളെ കൊല്ലുന്നവൻ മനുഷ്യനാണ്, കൊല്ലുന്നവനെ പിടിച്ചുകൊണ്ടുവരുന്ന പോലീസ് മനുഷ്യനാണ്, അവനു വേണ്ടി വാദിക്കുന്നവൻ മനുഷ്യനാണ്, അവനെതിരായി വാദിക്കുന്നവൻ മനുഷ്യനാണ്, അവനെ വിധിക്കുന്നവൻ മനുഷ്യനാണ്. പക്ഷെ ഇവരെല്ലാം വ്യത്യസ്തരുമാണ്. am I right? ശരിയായിരിക്കുമോ? എങ്ങനെയാണ് ഈ വ്യത്യാസം നിലനിൽക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ വ്യത്യാസമാണ് നിലനിൽക്കുന്നത്. ഇവിടെ എല്ലാ ആളുകൾക്കും ചേർന്ന് ഒരു തൊപ്പി ഉണ്ടാവില്ല. അതുകൊണ്ട് നിരന്തരമായ കർമ്മങ്ങളുടെ, പ്രാചീനന്റെ ഭാഷയിൽ പറഞ്ഞാൽ 84 ലക്ഷം ഭിന്ന ഭിന്ന ജനനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഒരു മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ 84 ലക്ഷം ജന്മങ്ങളുടെ സ്മരണകൾ പല രൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്ന 84 ലക്ഷം ഭിന്ന ജീവൻ്റെ ഇൻ്റലിജൻസ്, ദേവതയ്ക്ക് നമുക്ക് വേറൊരു പേരിടാം, ഇൻ്റലിജൻസ് ഉള്ളതാണ് ഒരു വ്യക്തി. അതിലേത് സമയത്തുണരുന്നു എന്നുള്ളത് കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിലിരിക്കുന്ന ഇൻ്റലിജൻസും ഇതും തമ്മിലുള്ള ചർച്ചയിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഭാവങ്ങളാണ് എല്ലാ ജീവികൾക്കും ഉണ്ടാകുന്നത്. ഒന്ന് രാഗം, 2 ദ്വേഷം. രാഗമുണ്ടായാൽ കാലാന്തരത്തിൽ അത് ദ്വേഷമായും, ദ്വേഷമുണ്ടായാൽ കാലാന്തരത്തിൽ അത് രാഗമായും മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 യോഗങ്ങളാണ് ഭാരതീയർ രൂപപ്പെടുത്തുന്നത്. ഒന്ന് അനുകൂല യോഗം, 2 സംരംഭയോഗം. കൂടുതൽ ശക്തമായി സ്വീകരിക്കുന്നത് സംരംഭയോഗത്തിലേതാണ്.
ഏതിനെ കൂടുതലായി എതിർക്കുന്നു അതായിത്തീരുന്നു. എന്തിനെയാണ് നിങ്ങൾ ഏറ്റവും ശക്തമായി എതിർക്കുന്നത്? കാലാന്തരത്തിൽ നിങ്ങളുടെ എല്ലാ ഇൻ്റലിജൻസും, കൈയുടെ, കാലിൻ്റെ, മൂക്കിൻ്റെ, നാക്കിൻ്റെ ഒക്കെ ഇൻ്റലിജൻസ്, അതിനെല്ലാം പ്രത്യേക ഇൻ്റലിജൻസ് ഉണ്ട്. അതിനെയാണ് അതാതിൻ്റെ ദേവത എന്ന് പറയുന്നത്. അതിതുമായി താതാത്മ്യം പ്രാപിച്ചിട്ട് അതായിത്തീരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് കാണുന്ന ദൃശ്യങ്ങളെ ആസ്പദമാക്കി അതിൻ്റെ ഭൗതിക രൂപം, അതിൻ്റെ രാസപരിണാമങ്ങൾ, അതിൻ്റെ ഉറവിടം, അത് രൂപപ്പെട്ടിരിക്കുന്ന ഭൂതതന്മാത്രകളുടെ, അവരുപയോഗിച്ച സാങ്കേതിക ശബ്ദം പാരമണ്ഡലികളുടെ, ഒരു വസ്തുവിനെ വിഭജിക്കുമ്പോൾ അത് പൂഞ്ചികകളായി, അണുക്കളായി, ദ്വണുക്കളായി, ത്രസരേണുക്കളായി, അവയെ വീണ്ടും വിഭജിച്ചു വരുമ്പോൾ ധനാണുവായി, ഋണാണുവായി, കർഷാണുവായി, സർഗാണുവായി ഒക്കെ വിഭജന പ്രക്രിയയാണ്. ഇവിടെയുണ്ട് സീറ്റ്, ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനേക ഘട്ടങ്ങൾ ഭൗതിക വസ്തുക്കൾ കണ്ട് ഇതെല്ലാം കൃത്യതയോടെ ഒരുവൻ ഭൗതികമായി മനസ്സിലാക്കുന്ന ഒരു പഠനം. അത് ഭൗതികം മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവ് എന്ന് ഭാരതീയർ പറയുന്നത് അവൻ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന അവൻ്റെ വാക്കും മനസ്സും ഇണചേർന്നുണ്ടാകുന്ന പ്രപഞ്ചത്തെയാണ്. അതിനെ രണ്ടാമത്തെ ആത്മാവെന്നാണ് പറയുക. ഭാരതീയ ദർശനങ്ങൾ നിങ്ങളെടുത്ത് പഠിച്ചാൽ 1000 വർഷം ഒരാൾക്ക് പഠിക്കാൻ അത്ര ആയുസില്ല. അത്രയേറെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അവ അല്പം പോലും ആന്തരിക പഠനമല്ല, അന്തർയോഗമല്ല, ബഹിരംഗയോഗം മാത്രമാണ്. അവയുടെ പഠനം ആവശ്യമായി വരുന്നത് ആഗ്രഹം ഹേതുവായാണ്. ഇന്ന് ആഗ്രഹങ്ങളെ വെച്ചല്ല പഠനം നടക്കുന്നത്. രാജഭരണവും മറ്റും നടന്നിരുന്ന കാലങ്ങളിൽ ഈ പഠനങ്ങൾക്ക് ആഗ്രഹത്തിൽ പ്രസക്തിയുണ്ടായിരുന്നു. രാജഭരണത്തിൽ ജനത്തിന് പങ്കാളിത്തമുണ്ടായിരുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങളിൽ പങ്കാളിത്തം വരുന്നത് അവൻ്റെ ആവശ്യമായ ഫീസ്, അവനുള്ള കുട വടിയൊക്കെ നേരിട്ട് അവൻ അച്ഛനിൽ നിന്ന് വാങ്ങുകയും പഠിക്കാൻ പോവുകയും ചെയ്യുമ്പോൾ അവനൊരു ബാധ്യത തോന്നും. പ്രായമായവരെന്നെ ഒന്ന് സഹായിക്കണം. ഒരു 50 കഴിഞ്ഞവർ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്. 4-5 പേരുണ്ട്. നിങ്ങൾ പഠിച്ച കാലങ്ങളിൽ അച്ഛനോട് ഫീസ് വാങ്ങിച്ചു കഴിയുമ്പോൾ അച്ഛനൊന്നും പറഞ്ഞിട്ടല്ലെങ്കിലും പോയി മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ കുറ്റബോധം പോലെ. അപ്പം മുറ്റത്തുള്ള ചെടിക്ക് വെള്ളം കോരണമെന്നോ, അച്ഛൻ്റെ ഒരു തുണി നനച്ചിടണമെന്നോ, അച്ഛൻ കുളിക്കാൻ പോകുമ്പോൾ ഒരു റാന്തലുമായി അച്ഛൻ്റെ കൂടെ ഒന്ന് പോകണമെന്നോ, അച്ഛൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണമെന്നോ, പശുവിനെ കുളിപ്പിക്കണമെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പറയാതെ എന്നാണ് എൻ്റെ ചോദ്യം. കൈപൊക്കിയവരോടാണ് എൻ്റെ ചോദ്യം.
അത് നിങ്ങളെ ആരും പഠിപ്പിച്ചതല്ല. കാരണം കുടുംബം എന്നതിൽ ഉത്തരദായിത്വം നിങ്ങൾക്ക് കൂടിയുണ്ടെന്ന് ആ പണം വഴി ഉണ്ടായ ഒരു ഇർണമാണത്, ഒരു കടം. ഇതാണ് പ്രപഞ്ചവുമായുള്ള മാനവബന്ധത്തിൻ്റെ മൗലിക അടിത്തറ. പിതാവിനോടുള്ള ഇർണം ബീജം മുതൽ പല വഴികളിൽ, മാതാവിനോടുള്ള ഇർണം അതിന് പിതൃ ഇർണം എന്ന് പറയും. പഠിക്കാൻ ഒരാളുടെ അടുക്കൽ ചെല്ലുന്നു. പഠിക്കാൻ ചെന്നതുകൊണ്ടോ അയാൾ പഠിപ്പിച്ചതുകൊണ്ടോ പഠിക്കില്ല. മനസ്സും തമ്മിലുള്ള സംവേദനത്തിൽ എന്തെല്ലാം പഠിപ്പിക്കാതെ പഠിച്ചെടുക്കുന്നു, അതാണ് പഠിപ്പ്. തൻ്റെ കോമൺ സെൻസ് വികസിച്ചിട്ട് പഠിപ്പിക്കുന്നയാളിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഗ്രഹണശക്തിയിലേക്ക് വികസിക്കുന്നതിന് ഒരു നല്ല ബന്ധം അവിടെ ആവശ്യമാണ്. അവിടെ ഒരു ഇർണമുണ്ട്. അവിടെ മാത്രമാണ് പഠനം ഉത്തരദായിത്വമുള്ളതായിത്തീരുന്നത്. യൂണിവേഴ്സിറ്റികളെല്ലാം ഇതിന് വിരുദ്ധമാണ്. യൂണിവേഴ്സിറ്റി ആക്ട് ലോർഡ് കഴ്സണാണ് കൊണ്ടുവരുന്നത്. അന്ന് അതിനെതിരെ ഭാരതമൊട്ടാകെ ആഞ്ഞടിച്ച ഒരാളേ ഉള്ളൂ. പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കാൻ വിരോധമില്ല. സിസ്റ്റർ നിവേദിത എന്നാണ് ആ മഹതിയുടെ പേര്. കേട്ടിട്ടുണ്ടാവുമോ? കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിതയ്ക്കകത്ത് ഏറ്റവും ശക്തമായി സംസാരിക്കുന്നത് ഇന്ത്യയുടെ കോർ കഴ്സണാണ് കളഞ്ഞതെന്ന്. ഗുരുകുല സമ്പ്രദായങ്ങളെ എടുത്തു കളയുന്നത് ആദ്യമായി യൂണിവേഴ്സിറ്റി ആക്ട് കൊണ്ടുവന്ന് ലോർഡ് കഴ്സണാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരാരും ഉണ്ടായിരുന്നില്ല. ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്കുള്ളത്, ഇന്ത്യ വിദ്യാഭ്യാസത്തിൽ പുറകിലായിരുന്നു എന്ന്. കാരണം വിദ്യാഭ്യാസം എന്നത് ഒരുവൻ്റെ സാമാന്യജ്ഞാനം വികസിക്കുന്നതും ജനറലായി അറിയേണ്ട മുഴുവൻ കാര്യങ്ങൾ അറിയേണ്ടതും, എന്നാൽ വിശേഷിച്ച് തൻ്റെ ജീവിതത്തിനാവശ്യമായ തൊഴിൽ കൃത്യമായി വേണ്ട സമയത്ത് വേണ്ടതുപോലെ പൂർണ്ണതയിൽ ചെയ്യാൻ അറിയുന്നതുമാണ് വിദ്യാഭ്യാസം. അത് മറ്റാരും പഠിപ്പിച്ചാൽ പഠിക്കില്ല. പാരമ്പര്യ വഴിക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ. കാരണം പിതാവ് മരത്തിൽ കയറുമ്പോൾ ആ സങ്കല്പങ്ങളോട് കൂടിയ മരത്തെ കയറി ജനത്തെ മുഴുവൻ സഹായിക്കാൻ പോകുന്നവനും കോടതിയിൽ വാദിക്കാൻ പോകുന്ന വക്കീലും വ്യത്യസ്തനല്ല. കാരണം രണ്ടുപേരും സമാജത്തിന് അനിവാര്യമാണ്. ഒരാൾ മറ്റേ ആളിനേക്കാൾ മേലെയുമല്ല. ഈ കാഴ്ചപ്പാടിൽ ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അവനവൻ്റെ ജനിതകത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്നത് പിതൃപൈതാമഹ സംപ്രാപ്തമായിട്ടാണ്. അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഗഹനതകളും പെട്ടെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെക്കുറിച്ചും പഠിപ്പിക്കുന്ന ശാഖകൾ ഗുരുകുലങ്ങളിൽ പഠിപ്പിക്കാൻ ഈ സംഹിതകളിലുണ്ട് വേണ്ടത്ര. അതെല്ലാം ബഹിരംഗ യോഗമാണ്, അന്തരംഗ യോഗമല്ല. അത് പഠിച്ചു കഴിയുമ്പോഴാണ് രാഗവും ദ്വേഷവും ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാകുന്നത്. വ്യക്തിപരം എന്നുള്ളത് മാറുകയും വിശിഷ്ടമാവുകയും പേഴ്സണൽ എന്നുള്ളത് മാറി
ഇംപേഴ്സണൽ എന്നുള്ളതിലേക്ക് വികസിക്കുകയും ചെയ്യും. ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെല്ലാം കൂടുതൽ കൂടുതൽ പേഴ്സണലാകുന്നു എന്നാണ് തോന്നുന്നത്. ആം ഐ റൈറ്റ്? മറ്റത് ഇംപേഴ്സണലാണ്. ഈ പഠനങ്ങളാണ് ഭാരതീയർക്ക് വളരെ വിപുലമായ ശാഖകൾ. അത് മുഴുവൻ ലോകത്തെക്കുറിച്ചുള്ളതാണ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ളതാണ്. നിൻ്റെ മനസ്സും നിൻ്റെ വാക്കും ഇണചേർന്നുണ്ടാകുന്ന പ്രപഞ്ചം നിൻ്റെ രണ്ടാമത്തെ ആത്മാവാണ്. അത് നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതറിയാൻ ഒരുങ്ങുമ്പോഴാണ് ആഗ്രഹങ്ങൾ എത്രയുണ്ടെന്നറിയുന്നത്. ആഗ്രഹങ്ങൾക്ക് ഭാരതീയർ കൊടുക്കുന്നത് കാമ്യം എന്നാണ്. കാമ്യമായിരിക്കുന്ന ഒരു കർമ്മവും ഉപേക്ഷിക്കുവാനല്ല ഭാരതം പഠിപ്പിച്ചത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കാമ്യകർമ്മങ്ങൾ അരുതെന്നാണ് നിങ്ങൾ പല സ്വാമിമാരിൽ നിന്നും പലരിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ളത്. ആം ഐ റൈറ്റ്? അങ്ങനെയല്ല പറയുന്നത്. കാമ്യകർമ്മങ്ങൾ അനിവാര്യങ്ങളാണ്, പക്ഷെ വിധിയാം വണ്ണം ചെയ്യണം. ഒരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആഗ്രഹത്തെ അപഗ്രഥിക്കുകയും ആഗ്രഹത്തിന് കാരണമായതിനെ വിധിയാം വണ്ണം അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ അതിന് ശമനം വരികയുള്ളൂ. അതിനാണ് അവർ ആശ്രമധർമ്മങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. കാമ്യമാണ് വിദ്യ അഭ്യസിക്കുക എന്നുള്ളത്. കാമ്യമായ വിദ്യ നിങ്ങൾക്ക് അഭ്യസിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ തെളിഞ്ഞ ബുദ്ധി വേണം എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാലത്ത് ബ്രഹ്മചര്യം അനിവാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ് കൈപൊക്കിയ ആളുകൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു 15 വയസ്സൊക്കെ ആവുമ്പോഴേ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് പോലും അവരറിഞ്ഞിരുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ആം ഐ റൈറ്റ്? കൈപൊക്കിയവർ ശരിയല്ല? അതിനും പറയാനൊരു വഴിയില്ല. അവരൊക്കെ ജീവിച്ചത്, ആ കൈപൊക്കിയവരിൽ മിക്കവാറും ആളുകൾ ജീവിച്ചത് 30-40 അംഗങ്ങളുള്ള കൂട്ടുകുടുംബത്തിനകത്താണ്. എന്നിട്ടവർ പ്രായപൂർത്തി എത്തിയ സഹോദരങ്ങളുടെയോ അച്ഛനമ്മമാരുടെയോ അച്ഛനമ്മമാരുടെ സഹോദരങ്ങളുടെയോ പ്രേമമോ ലൈംഗികതയോ ശാരീരിക ബന്ധങ്ങളോ കാണാനിടയായില്ല. ഇന്നത്തെ നിലയും നിങ്ങൾ ആലോചിക്കുക. സമാജം എങ്ങനെയാണ് ഇന്ന് പോകുന്നത്? അന്നുള്ള സമൂഹം അതുകൊണ്ട് വിധിയാം വണ്ണം കാമ്യകർമ്മത്തിന് വിധികളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ, വിധിയാം വണ്ണം വിവാഹം കഴിച്ചു മാത്രമേ സ്ത്രീ പുരുഷ ബന്ധങ്ങളാകാവൂ. അല്ലാത്തതെല്ലാം രോഗവും സമാജത്തിന് ദോഷവും വ്യക്തിക്ക് ദോഷവും എല്ലാമാണ്. ഇത് സ്വാതന്ത്ര്യമായിരിക്കാം, പക്ഷെ ആരോഗ്യത്തിനും വ്യക്തിയുടെ ജീവിതത്തിനും എല്ലാം അപകടകരമാണ്. അതിലൊരെണ്ണം കൂടെ പറഞ്ഞാൽ, നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ കൂടുതൽ തെറ്റിദ്ധരിക്കാവുന്നതാണെങ്കിലും ഒരു തുടക്കത്തിൽ തന്നെ അത് പറയേണ്ടി വരുന്ന, ആയുർവേദവും മറ്റും എടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും, പുരുഷബന്ധം സ്ത്രീ യോനിയിൽ മാത്രമേ ആകാവൂ. സ്ത്രീ പുരുഷ ബന്ധങ്ങളൊന്നും ആരോഗ്യത്തിനുത്തമമല്ല, സമാജത്തിനുത്തമമല്ല, മസ്തിഷ്കത്തിനുത്തമമല്ല, ജീവിത രീതിക്ക് ഉത്തമമല്ല. ട്വിറ്ററിലും മറ്റും ആധ്യാത്മിക ആചാര്യന്മാർ പോലും അത്തരം കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് എഴുതുന്നത് വായിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ടാവും. അവർക്ക് 100 ചോദ്യം ചോദിക്കാനും ഈ സമയത്ത് ചിലപ്പോൾ തോന്നിയേക്കും. കാരണം ഇന്ത്യൻ ആധ്യാത്മികതയുടെ ആചാര്യന്മാർ പോലും ട്വിറ്ററിലും മറ്റും വല്ലാതെ പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച്. അതൊന്നും ഇന്ത്യൻ ആധ്യാത്മികതയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, കപോലകൽപ്പിതങ്ങളാണ്. കാമ്യകർമ്മം ശരിയായ രീതിയിൽ അനുഭവിച്ചു വേണം അടുത്ത സ്റ്റേജിൽ കടക്കാൻ. ബ്രഹ്മചര്യ സന്യാസമൊക്കെ ഉണ്ടെങ്കിലും, ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിലും, പൂർണ്ണത എന്നുള്ളത് ഭാരതീയർ കണക്കാക്കുന്നത്
വിവാഹിതരെയാണ്. അതിന് കാരണം അസാൻമാർഗികത സമാജത്തിൽ ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ളത് കൊണ്ടാണ്. പൂർവജന്മ സ്മൃതികളും കൃത്യമായ അറിവും വരുമ്പോൾ മാത്രമേ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യാസാശ്രമത്തിലേക്ക് പോകാൻ അനുമതി ഭാരതം നൽകിയിട്ടുള്ളൂ. അല്ലാതെ കാണുന്നതെല്ലാം വികലവേഷങ്ങളായി തന്നെയാണ് ഭാരതീയർ കണക്കാക്കി പോന്നിട്ടുള്ളത്. ഇന്നങ്ങനെ അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ കണക്കാക്കുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്തു പോരുന്നുണ്ടെങ്കിൽ അതൊന്നും ഭാരതീയ തത്വസംഹിതയുടെ പേരിലല്ല, സമറ്റിക് അനുകരണങ്ങളുടെ പേരിലാണ്. അവിടെയാണ് കാമ്യകർമ്മങ്ങൾ ഒന്നാമത് എടുത്തു വച്ച് അപഗ്രഥിച്ച് പഠിച്ച് പൂർണ്ണതയിലേക്ക് പോകാൻ പഠിപ്പിക്കുന്നത്. അതെല്ലാം വിധിയാവണ്ണം വേണം. നിങ്ങൾക്ക് രാജാവാകണം, നിങ്ങൾക്ക് ഗുരുവാകണം. എല്ലാ കാമ്യകർമ്മങ്ങൾക്കും അതിനുള്ള അഗ്നിക്രിയകൾ, പ്രപഞ്ചത്തിൽ അഗ്നിയിലേക്ക് എങ്ങനെയാണ് ഒരു വസ്തുവിനെ അർപ്പിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളിലെ അഗ്നിയും വൈശ്വാനരൻ എന്ന നിങ്ങളിലെ അഗ്നിയും ആ പുറത്തുള്ള അഗ്നിയും എങ്ങനെ ചേരുന്നു, അതിനെങ്ങനെ സമഷ്ടി ഈശ്വര സങ്കല്പമായിരിക്കുന്നവയ്ക്ക് ആഹാരാദികൾ ദാനമായി ചെയ്യുന്നു, ആ വൈശ്വാനരനിൽ അർപ്പിക്കുന്നു, എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ അതുകൊണ്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ വിധിയും അതിൻ്റെ സംഹിതകളും എല്ലാം ആ വഴിയിലുണ്ട്. അഗ്നി പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ അടുത്ത പടവിലേക്ക് പോകുന്നത്. ഇതിൻ്റെ തലങ്ങളിലെല്ലാം വിധികളും കൃത്യമായ മര്യാദകളും കൃത്യമായ ചെയ്തികളും ഭൗതികമായി തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇതൊന്നും ആധ്യാത്മികമല്ല. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഊർജ്ജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും പോലെ കൃത്യമായി പ്രപഞ്ചത്തെ ചേർത്ത് വെച്ച് കൃത്യമായി വഴിയുണ്ട്. ഇതിനുള്ള നിയമനിർമ്മാണങ്ങളുണ്ട്. നിയമനിർമ്മാണങ്ങൾ എല്ലാത്തിനുമുണ്ട്. വിവാഹത്തിന്, ഗർഭാധാനത്തിന്, പുംസവനത്തിന്, സീമന്തത്തിന്, സംസ്കാര കർമ്മങ്ങളെല്ലാം കൃത്യമായുണ്ട്. അതിനൊക്കെ നിയമങ്ങളുണ്ട്. എന്തിന് ഒരു കുട്ടി ഉണ്ടാകില്ല ഒരാൾക്ക് എന്നറിയുന്ന ഒരാളെ വിവാഹം കഴിച്ചാൽ അയാളുടെ അനുമതിയോടുകൂടി നിയോഗത്തിൻ്റെ നിയമവും, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നും ഇന്ത്യൻ നിയമത്തിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നിയമവിധേയമല്ല. അഡ്വക്കേറ്റ്സാണ് കൂടുതലെന്നാണ് എൻ്റെ ധാരണ. ഇന്ത്യയിലെ ഒട്ടേറെ ആശുപത്രികളിൽ ചെയ്യുന്നുണ്ട്, അത് നിയമവിധേയമല്ല. ഇന്ത്യൻ മെഡിക്കൽ റൂളിലോ ഇന്ത്യൻ ഇതര നിയമങ്ങളിലോ യാതൊരു വിധത്തിലും ഇതെഴുതപ്പെട്ടിട്ടില്ലെന്നാണ് എൻ്റെ ധാരണ. Am I right? ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിച്ചാൽ ഉപകാരമാണ്. Am I right? എന്നാൽ നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. ഇല്ല. അതിലും വിചിത്രമായത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ മെഡിക്കൽ ലോയിൽ ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒറ്റ പുസ്തകമാണ് റെഫറൻസിനുള്ളത്. മിസ്റ്റർ മേനോൻ്റെ ഗൈനക്കോളജി ബുക്ക് മാത്രം. ബാക്കി എല്ലാം ഫോറിൻ വർക്കുകളാണ്. ഇന്ത്യയിലെ ഒരു ആശുപത്രിയും ഫോറിൻ നിയമത്തിനനുസരിച്ചുള്ളവയല്ല. എന്നിട്ട് ഫോറിൻ ബുക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നിയമവും അതിൻ്റെ വ്യാഖ്യാനവും നൽകുമ്പോൾ, ഇൻ്റർപ്രിട്ടേഷനും നൽകുമ്പോൾ എങ്ങനെയാണ് നിയമം ചാരുവാകുന്നത്? പ്രതികരിക്കാൻ കുഴപ്പമില്ല, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ തെറ്റു പറഞ്ഞുവെങ്കിൽ തിരുത്താൻ എനിക്കൊരു അവസരവും കൂടെ. നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം സ്വാമിജി പറഞ്ഞത് തെറ്റായിരുന്നു, അങ്ങനെയല്ല, ഇന്ന പുസ്തകമുണ്ട്. എൻ്റെ അറിവ് ഇതുവരെ, ഞാനിപ്പോൾ ഈ പറയുന്ന നിമിഷം വരെ ഉള്ള എൻ്റെ അറിവ് വെച്ച് നിയമങ്ങൾ പലപ്പോഴും അപര്യാപ്തമായിരിക്കുമ്പോൾ നാരദസ്മൃതി എടുത്ത് നിങ്ങൾ നോക്കുക. നിയോഗി ആരായിരിക്കണം, നിയോഗം എങ്ങനെയായിരിക്കണം, നിയോഗത്തിൻ്റെ സമയം എന്തായിരിക്കണം, നിയോഗത്തിലുണ്ടാകുന്ന ശിശുവിന് നിയോഗിയുടെ സ്വത്തിന് അവകാശമുണ്ടോ, അതല്ല ഭർത്താവിൻ്റെ സ്വത്തിന് മാത്രമാണോ അവകാശം, എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് കാണാം.
ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് അത്ര വിപുലമാണ് കാമ്യകർമ്മങ്ങളുടെ വിഷയ ബാഹുല്യം. നിങ്ങളോട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് നിയമം കൂടി എടുത്ത് ചൂണ്ടിക്കാണിച്ചത്. വൈദ്യശാസ്ത്രം എടുത്താൽ ഇതിലൊക്കെ അപ്പുറമാണ് കിടക്കുന്നത്. കാരണം ഏത് സ്ത്രീയുടെ ശരീരവും പ്രകൃതിയാണ്, പുരുഷനോട് ചർച്ചയില്ലാത്തതാണ്. സ്വപ്നങ്ങൾ കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും ഗോത്ര സംസ്കൃതിയുടെ ജീവിത രീതികൾ കൊണ്ടും ആഹാരാദികൾ കൊണ്ടും മാത്രമാണ് ഇത് ചേരുന്നത്. അതുകൊണ്ട് 3 മാസത്തിനുള്ളിൽ ഏത് ബീജം സ്ത്രീയിൽ പ്രവേശിച്ചാലും അതിനെ തള്ളിക്കളയുവാൻ സ്ത്രീ 3 മാസത്തിനുള്ളിൽ ശ്രമിക്കും. അതുകൊണ്ട് ഗർഭാവക്രാന്തി അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയും അതിനെ ഉറപ്പിക്കുന്നതിനുള്ള ക്രിയകൾ, അതിനുള്ള സംസ്കാര കർമ്മങ്ങൾ, പുംസവനം തുടങ്ങിയവ. അതല്ലെങ്കിൽ അത് ഉറച്ചാൽ തന്നെ മാരകങ്ങളായ രോഗങ്ങൾക്ക് വിധേയമാവും. വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ, നിങ്ങൾ പറയുന്ന ആധുനിക വിദ്യാഭ്യാസം നേടാത്ത ഒരു സ്ത്രീ ഒരു പുരുഷനുമായി വിവാഹം കഴിഞ്ഞ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് സാമാന്യനെ പട്ടിണി കിടന്ന് 10-ലധികം കുട്ടികളെ, ഒരു ജാഥയ്ക്കുള്ള കുട്ടികളെ ആരോഗ്യത്തോടുകൂടി പ്രസവിച്ച, കുട്ടിക്കും തള്ളയ്ക്കും ആരോഗ്യമുണ്ടായിരുന്ന, ഒട്ടേറെ പണിയെടുക്കാൻ ആരോഗ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെ പുരോഗതിയും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും ഒരു കുഞ്ഞിനെ, ആരോഗ്യമുള്ളതിനെ പ്രസവിക്കാൻ പറ്റാത്തതിലേക്ക്, 30 വയസ്സിനുള്ളിൽ മാരകങ്ങളായ രോഗങ്ങളിലേക്ക് വഴുതി വീഴുന്നതിലേക്ക് ഇന്ത്യൻ സ്ത്രീയെ എത്തിച്ചത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കരങ്ങളാണ്. ആക്ഷേപമുണ്ടെങ്കിൽ പ്രതികരിക്കാം. ശക്തമായി പ്രതികരിക്കാം. മയൊന്നും വേണ്ട. നിങ്ങൾ എത്ര സംഘടിക്കുമ്പോഴും എത്ര വലുതാകുമ്പോഴും സാമൂഹിക ആരോഗ്യഘടനയിൽ, കൗടുംബിക ആരോഗ്യഘടനയിൽ, വൈയക്തിക ആരോഗ്യഘടനയിൽ നിങ്ങളുടെ ഈ വിദ്യാഭ്യാസം പര്യാപ്തമല്ലാതിരിക്കുമ്പോൾ ഹുയാൻ സാങ്ങിൻ്റെയും ഇറ്റ്സിങ്ങിൻ്റെയും ഇബ്നു ബത്തൂത്തയുടെയും കൃതികളിൽ ഇന്ത്യൻ ആരോഗ്യത്തെക്കുറിച്ച് രചിച്ചിരിക്കുന്ന ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്കാം. പെട്ടെന്ന് മലയാളത്തിൽ കിട്ടി വായിക്കണമെന്നാണെങ്കിൽ കേരളത്തിലെ ഒരു ചരിത്രകാരൻ തന്നെ, പേര് ശരിയാണെങ്കിൽ വേലായുധൻ പണിക്കശ്ശേരി, വേലായുധൻ പണിക്കശ്ശേരി, അദ്ദേഹം ഈ സഞ്ചാരികളുടെ ചരിത്രത്തിലൂടെ ഇന്ത്യയെ നോക്കിക്കാണുന്നുണ്ട്. ഒറിജിനൽ ടെക്സ്റ്റുകൾ വായിക്കുന്നതാണ് നല്ലത്. അവയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സഞ്ചാരികൾ കണ്ട ഇന്ത്യ, അതിൽ നിന്ന് എത്ര ദൂരം നമ്മൾ മാറി. കാരണം ഈ ശാസ്ത്രങ്ങൾ നിലനിൽക്കുകയും അടുക്കോടെ രാഗദ്വേഷങ്ങളെ പഠിക്കുകയും അവയെ കാമ്യകർമ്മങ്ങളെ കൃത്യമായി വിധിയാം വണ്ണം ചെയ്യുകയും ചെയ്തിട്ടാണ്. 2, കാമ്യകർമ്മങ്ങൾ വിധിയായി ചെയ്യുമ്പോഴും കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാകാതെ വരും. നിങ്ങളുടെ കൂടെ പഠിച്ചവരിൽ വളരെ ഉജ്ജ്വലമായി പഠിച്ച പലരും എങ്ങും എത്താതെ നിൽക്കുന്നുണ്ടാവും. Am I right? അത്ര കേമന്മാരൊന്നും അല്ലാത്തവൻ അടിച്ചു കയറി പോകുന്ന കണ്ടിട്ടുണ്ടോ? പഠിച്ച കാലത്ത് ഈ പുസ്തകമൊന്നും കാര്യമായി പഠിച്ചിട്ടില്ല. പക്ഷെ കോടതിയിൽ വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ പകുതി നടന്നു പോവുക. അങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇല്ല? ആ സമയത്ത് അത്ഭുതവും ആദരവും ഒക്കെ തോന്നും. നമ്മളെക്കാൾ വളരെ ജൂനിയർ, വന്നേ ഉള്ളൂ, അവൻ്റെ പ്രിസിഷൻ
കാരണം ഒട്ടും ബ്ലഫിംഗ് ഇല്ലാതെ വേണ്ടത് വേണ്ട അവസരത്തിൽ വേണ്ട അളവിൽ. കാരണം ഒരു വാക്ക് ഉപയോഗിക്കേണ്ടിടത്ത് ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല. അത്ര കൃത്യമായി ഉപയോഗിക്കാനുള്ള പ്രത്യുൽപ്പന്ന മതിത്വം ഇവയൊക്കെ കൊണ്ട് പ്രഗത്ഭരായ ആളുകളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇടയിൽ കണ്ടിട്ടുണ്ടോ? ആം ഐ റൈറ്റ്? അപ്പൊ കർമ്മത്തിൽ അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട. ചില ആളുകൾ അത് അവതരിപ്പിക്കുക അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. വെറും ബോഡി ലാംഗ്വേജ്. നിയമമൊക്കെ അവർ കാറ്റിൽ പറത്തിയിട്ടാണ് രംഗത്തേക്ക് വരുന്നത്. ജഡ്ജിക്ക് അവരോട് പ്രിയം തോന്നി, ജാമ്യം അന്നേരം കൊടുത്തു വിട്ടു. ശരിയല്ല. വലിയ വിഷമമൊന്നുമില്ല. കയറി വരുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ ഗാനം പാടിയിട്ടായിരിക്കും ചിലപ്പോൾ കയറി വരുന്നത്. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ടാകും ചിലപ്പോൾ. ജഡ്ജിക്ക് വളരെ ഇഷ്ടമായി. കാരണം ആ സിനിമ ഇയാൾ പണ്ടങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഇയാളുടെ ദേവതയും അതുമായി പെട്ടെന്ന് കൂട്ടിമുട്ടി വളരെ സൗഹാർദ്ദത്തിലായി. ആരുടെ പേരാ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ വേഗത്തിൽ കാര്യം സാധിച്ചു പോകുന്നവർ. അപ്പോൾ കർമ്മത്തിൻ്റെ രഹസ്യം അധിഷ്ഠാനം. പേരുറക്കെ പറയരുതേ. ഉറക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാരണം നിങ്ങളെല്ലാം തമ്മിൽ കലഹിക്കാനിടയാവരുത്. സ്നേഹത്തിനാണെങ്കിൽ പറയാം, പരസ്പരം നോക്കാം, ചിരിക്കാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, ഇതൊക്കെ കർമ്മത്തിൻ്റെ രഹസ്യമാണ്. ഇത് മുഴുവൻ അറിഞ്ഞു കഴിയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാകുന്നത് കാമം കൊണ്ട് കർമ്മത്തിനൊന്നുമില്ല, ആനന്ദമില്ല. കാമ്യകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടുന്നവന് മാത്രമേ ലീലാർത്ഥം പ്രപഞ്ചത്തെ കാണാൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചവിധാനീയത തന്നെ നവരസങ്ങളോട് കൂടും വണ്ണം. ഇവിടെ ഇരിക്കാം, ഇവിടെ ഉണ്ട് സീറ്റ്. നവരസങ്ങളോട് കൂടും വണ്ണം ഈശ്വരലീല തന്നെയാണ് എന്ന് അപ്പോൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. 9 രസങ്ങളും ആടുന്ന പ്രപഞ്ചലീലയാണ് പ്രാപഞ്ചികമായി കാണുന്നതെല്ലാം. ഇതിലുള്ളവരെല്ലാം അതിലെ, ജീവജാലങ്ങൾ മുഴുവൻ അതിലെ രംഗവേദിയിലുള്ളവരാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ അങ്ങനെ കാണുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് കാമ്യകർമ്മത്തിൻ്റെ വിധിയാം വണ്ണമുള്ള ചെയ്തിയിൽ നിന്ന് ഒരു ഹിന്ദുവിനെ, ഒരു സനാതനധർമ്മിയെ ശാസ്ത്രം കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് അവിടെ നിർത്തി കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമില്ല അവൻ എന്തുകൊണ്ടാണ് ആ കള്ളൻ. അവനും ഈശ്വരൻ്റെ ലീലയിലെ അഭിനയത്തിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്തവനാണ്. അവനെതിരായി വാദിക്കാൻ പോകുന്നവനും അനുകൂലമായി വാദിക്കാൻ പോകുന്നവനും ആ ലീലയുടെ ഭാഗമാണ്. പ്രോംപ്റ്റർ വേറെയാണ്. കാരണം പഠിച്ചുകൊണ്ട് പോയതല്ല അവിടെ ചെല്ലുമ്പോൾ വാദിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ കേസുകളിലൊന്ന് കൽക്കട്ടയിൽ സുപ്രീം കോടതി ഇരിക്കുന്ന കാലത്ത് അന്നത്തെ പ്രസിദ്ധനായ ജഡ്ജി ആർതർ ആവലൻ, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, സർ ജോൺ വുഡ്രോഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം രാത്രിയുടെ അന്ത്യയാമത്തിലാണ് വിധി എഴുതിയിരുന്നത്, ആരും തന്നെ സ്വാധീനിക്കാതിരിക്കാൻ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാണ് വിധി എഴുതാൻ തുടങ്ങുക. എല്ലാ തെളിവുകളും ശേഖരിച്ചു വെച്ചു. പ്രതി ശിക്ഷാർഹനാണ്, വധശിക്ഷ നൽകേണ്ട വിധിയാണ് എഴുതേണ്ടത്. അദ്ദേഹം എഴുതി വെച്ചു, കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു, കോടതിയിൽ ചെന്നു.
വിധി വായിച്ചു. വായിച്ചത് നിരുപാധികം വെറുതെ വിടാൻ. കാരണം ഒരു വ്യക്തിക്കും ജീവിതത്തിൽ കാമ്യകർമ്മം കഴിഞ്ഞവന് വ്യക്തമായി മനസ്സിലാകും സ്വന്തം ഇച്ഛയ്ക്കോ സ്വന്തം തീരുമാനത്തിനോ യാതൊരു പ്രസക്തിയുമില്ല. സദാ ഒരു പ്രോംപ്റ്ററുണ്ട്. അയാൾ പറഞ്ഞു തരുന്നത് മാത്രമേ നടക്കൂ. വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവച്ചിത്തം. വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയൻ എൻ കൃത്യം. അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ മരുതെന്ന് തിരിച്ചറിയൻ അടിയന് കാട്ടിത്തരുവോൻ അവിടുന്ന് നിർധരിക്കാതെ. ഇതൊരു ജഡ്ജി എഴുതിയ കവിതയാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ജഡ്ജിയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഒരു പ്രോംപ്റ്ററുണ്ട് ഉള്ളിൽ. അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് കർമ്മങ്ങളെ വിധിയാം വണ്ണം ചെയ്ത് കാമ്യകർമ്മങ്ങളെ വിട്ട് നിഷ്കാമ കർമ്മയോഗത്തിലേക്ക് വളരുമ്പോൾ വ്യക്തി എത്തിച്ചേരുന്നത്. ഇങ്ങനെ ക്രമമായി ഒരുവനെ നിഷ്കാമ കർമ്മയോഗത്തിൽ എത്തിച്ചിട്ട് ആ നിഷ്കാമ കർമ്മയോഗത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ പ്രപഞ്ചമാത്മാവാണ്, ശരീരമാത്മാവാണ്, പ്രാണനാത്മാവാണ്, മനസ്സാത്മാവാണ്, ബുദ്ധി ആത്മാവാണ്, ചിത്തമാത്മാവാണ്. ഇതിനാണ് അന്തരംഗ സാധന എന്ന് പറയുന്നത്. രണ്ട് സാധനയാണ് ഭാരതീയ ദർശനം. ബഹിരംഗ സാധന, അന്തരംഗ സാധന. ബഹിരംഗ സാധനയാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അതിൽ നിയമങ്ങൾ വരും, സ്മൃതി ഗ്രന്ഥങ്ങൾ മുഴുവൻ വരും, ഇതിഹാസങ്ങൾ മുഴുവൻ വരും, പുരാണങ്ങൾ മുഴുവൻ വരും, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന വേദഭാഗങ്ങളായ കർമ്മകാണ്ഡം മുഴുവൻ വരും. അതിൽ തച്ചുശാസ്ത്രം വരും, വ്യോമയാന നിർമ്മാണം വരും, എല്ലാം വരും. വേദങ്ങളും ഉപവേദങ്ങളും, ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സ്ഥപത്യവേദം, ഇവയൊക്കെ അടങ്ങുന്ന ശാഖകളെല്ലാം വരും. ഇവയെല്ലാം പുസ്തകങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പരിഭാഷയുള്ളവ കിട്ടും. മലയാളത്തിലുള്ളവ കിട്ടാൻ പ്രയാസമാണ്. കാരണം മലയാളികൾ ഈ വഴിയിൽ ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ അധികം പോയിട്ടില്ല. അത്യപൂർവം പേര് അതിലെ ചില അംശങ്ങളൊക്കെ ഒരു ജീവനോപാധി എന്ന നിലയിലെടുത്ത് വല്ലപ്പോഴും ജനങ്ങളെ കാണിച്ച് 10 രൂപ അത്ഭുതപ്പെടുത്തി സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാവും. സന്യാസിമാരുടെ കൂട്ടത്തിലോ കുറച്ച് ബ്രാഹ്മണരുടെ കൂട്ടത്തിലോ കുറച്ച് വാര്യന്മാരുടെ കൂട്ടത്തിലോ. അതിന് താഴേക്കുള്ളവരുണ്ടാകാൻ വളരെ ചുരുക്കവുമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ചില വളരെ ഉന്നതന്മാരായി വന്നിട്ടുള്ളത് നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അതുപോലുള്ള ചില സ്വാമിമാർ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഏതാണ്ട് ഈ പരുവത്തിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് ശാസ്ത്ര രംഗങ്ങളെ കൃത്യമായി അടുക്കോടെ മനസ്സിലാക്കിയാൽ ഇതിനെല്ലാം സാധനക്രമവുമുണ്ട്. എന്താ കേൾക്കത്തില്ലേ? സാധനക്രമവുമുണ്ട്. പ്രപഞ്ചം ആത്മാവാണ് എന്ന് തിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് രാഗദ്വേഷങ്ങളെ തിരിച്ചറിഞ്ഞ് രാഗവും ദ്വേഷവും ഇല്ലാത്ത തലത്തിൽ വസുധ ഏവ കുടുംബം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് മാനവൻ വികസിക്കുന്നു. അല്ലാതെ വ്യക്തി എന്ന നിലയിൽ സമ്പാദിക്കാനോ മറ്റുള്ളതിനോ ഒന്നും പര്യാപ്തമായ തലത്തിലല്ല ഇത് രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബഹിരംഗ സാധന പോലും രൂപപ്പെടുത്തി വച്ചിരിക്കുന്നു. അന്തരംഗ സാധനയിലേക്ക് കടന്നാൽ ശരീരമാത്മാവാണ്. അതിനാണ് യോഗശാസ്ത്രത്തിലെ ആസനം എന്ന് പറയുന്ന പരിശീലനം മുഴുവൻ. സ്വച്ഛന്തമായി സുഖമായി ഒന്നിരിക്കാൻ. ഇരുപ്പുറയ്ക്കായികയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരിടത്തിരുന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് എനിക്ക് സമാധാനമായിരിക്കാൻ കഴിയില്ല. കാല് സമ്മതിക്കുന്നില്ല, കൈ സമ്മതിക്കുന്നില്ല, നടു സമ്മതിക്കുന്നില്ല. ഇന്നത് വളരെ കൂടുതലാണ്.
പഴയ കാലത്ത് പറമ്പിൽ കിടക്കുന്ന 2 കല്ല് മതി ഒന്ന് കക്കൂസിപ്പോൻ. ഇന്ന് എന്തെല്ലാം ഉണ്ടായിട്ടും കക്കൂസിപ്പോൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റിട്ട് വീട്ടിൽ നിന്ന് ഇത് ശരിയാകാതെ കോടതി വന്നിട്ട് കോടതി കയറി നോക്കിയിട്ട് ശരിയാകാതെ ഒക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടിലാണ് ഓടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്കിത് ബോധ്യമാവും. കാരണം ഇരിപ്പുറയ്ക്കുന്നില്ല. എല്ലാ തരത്തിലും സുഖാസനത്തിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പരിപാടികളുണ്ട്. നേരാവണ്ണമൊന്നും ഇരിക്കാൻ പറ്റില്ല, നാമം ജപിക്കാനിരിക്കാൻ പറ്റില്ല, തൊഴിലിനിരിക്കാൻ പറ്റില്ല, കോടതിയിലൊരു അരമണിക്കൂർ നേരം ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലപ്പോൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് മാറുന്നത്. അറിയാൻ വയ്യായിട്ടല്ല, ഇതിന്നെ പോലൊക്കെ മതി, ഇതാണ് അതിൻ്റെ പോയിൻറ്റ്സൊക്കെ, നീ പോയി നോക്ക്, നിന്ന് എന്നെ കൊണ്ട് പറ്റില്ല. ഇരിപ്പുറയ്ക്കാഞ്ഞിട്ടാണ്. ഓഫീസിലിരിക്കാൻ പറ്റില്ല. ഓഫീസിലിരിക്കുമ്പോൾ അല്പനേരം ഇരിക്കുമ്പോൾ തോന്നും കമ്പ്യൂട്ടറിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കിക്കളയാം. അതാദ്യം ഡിക്ഷണറി നോക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്ഷണറിയെ നോക്കാൻ തുടങ്ങും. ഡിക്ഷണറിയിൽ നിന്ന് പതുക്കെ ലോക വിവരങ്ങളിലേക്ക് പതുക്കെ കയറണം തോന്നും. ലോക വിവരങ്ങളിൽ നിന്ന് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കയറണം തോന്നും. പിന്നെ വലിയ വിലപിടിപ്പുള്ളതിലേക്ക് കയറണം തോന്നും. അവസാനം മനസ്സമാധാനമില്ലാതെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാം സംഭവിക്കുന്നത് ഇരിപ്പുറയ്ക്കായികയാണ്. ഒരിടത്ത് സമാധാനമായി സമീചീനമായി ഇരിക്കാൻ കഴിയണം. അതിനാണ് ആസനം. ഇത് വളരെ വിപുലമായ പഠനമാണ്, വളരെ നാളത്തെ പഠനമാണ്, വളരെ നാളത്തെ പരിശീലനമാണ്. അപ്പോൾ അവരുടെ ശരീരമാണ് ആത്മാവ്, ഞാൻ പ്രാണൻ ആത്മാവാണ്. അനേകം പേർ ശ്വസിച്ചിട്ട് വിട്ടതും അനേകം സസ്യങ്ങൾ രൂപാന്തരപ്പെടുത്തിയെടുത്തതും ആഹാരമായി ശരീരത്തിലേക്ക് കയറുന്നത് പോലെ തന്നെയാണ് നമുക്ക് ശ്വാസപ്രശ്വാസങ്ങളായി കയറുന്നത്. മൂക്ക് അടയ്ക്കുമ്പോഴോ ജലദോഷം വരുമ്പോഴോ ആണ് പരമപ്രാധാന്യമുള്ള ശ്വാസോച്ഛ്വാസത്തെ അജ്ഞനായ മനുഷ്യൻ പരിഗണിക്കുന്നത്. പ്രാണനെ എങ്ങനെ നിയന്ത്രിച്ച് ആയുർദൈർഘ്യത്തെ കൂട്ടാം, എങ്ങനെ കോശങ്ങളിൽ സദാ ജീവശക്തിയെ നിലനിർത്താം. ഒരു ശരാശരി മനുഷ്യൻ്റെ കോശ സമൂഹങ്ങളിൽ കുറച്ച് ശതമാനമെങ്കിലും ശ്വാസപ്രശ്വാസങ്ങളിൽ പങ്കുവഹിക്കാതെ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളിൽ നിന്നാണ് അതിനുള്ള ഇൻ്റലിജൻസ് വരേണ്ടതെങ്കിൽ അവ തെറ്റായ വിവരങ്ങളാണ് നമുക്ക് തരിക. അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ്, ആളുകൾ കൈയടിക്കാൻ കരുതി നിൽക്കുമ്പോഴാണ് കാലിലെ പ്രാണശക്തി അല്പം കുറയുന്നതെങ്കിൽ ആ ഫുട് വർക്ക് മതിയാവും. 99 അടിച്ച് ഒരു 6 അടിച്ച് 100 കിടക്കാൻ കഴിവുള്ളവൻ 99 വെച്ച് LBW ആയി വീട്ടിലോട്ടെത്തുക. ജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങളുടെ മുമ്പിൽ 1000 തവണ പതറേണ്ടി വരുന്നത് ശരീരം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രാണനെ എങ്ങനെയാണ് സ്വച്ഛന്തമാക്കി തീർത്ത് തൻ്റെ ഇച്ഛാശക്തിയെയും തൻ്റെ ജീവിതഗതിയെയും സമീചീനമായി കൊണ്ടുപോകാം. ഇത് പ്രാണായാമം കൊണ്ടാണ് സാധിക്കുന്നത്, പ്രാണലയം കൊണ്ടാണ് സാധിക്കുന്നത്. പ്രാണസ്യേകം ഏകം വശേ സർവം. പ്രാണൻ ഒന്നുകൊണ്ടാണ് എല്ലാത്തിനെയും വശത്താക്കുന്നത്. ചില ആളുകൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. 1 ലക്ഷം രൂപയോളം കടം മേടിച്ചിട്ട് തരാനുണ്ട്, പക്ഷെ വന്ന് കയറുകയാണ്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്ക് ഇല്ലെന്ന് പറയാൻ പറഞ്ഞവൻ തന്നെ ഇറങ്ങി വരികയും സുഖം ചോദിക്കുകയും വീണ്ടും ചോദിക്കുന്ന 50,000 രൂപ മിണ്ടാതെ എടുത്തു കൊടുക്കുകയും ചെയ്തു വിടുന്നത് അവൻ്റെ പ്രാണശക്തിയുടെ ലയസാധ്യത കൊണ്ടാണ്. ഒരുവൻ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നത് പ്രാണന്റെ ചേർച്ച കൊണ്ടാണ്.
ഒരുവൻ ജീവിതരംഗങ്ങളിൽ വിജയിക്കുന്നത് ബഹിചരപ്രാണനും അന്തശ്ചരപ്രാണനും തമ്മിലുള്ള ചേർച്ചയിലാണ്. ഒരുവൻ കുഴിച്ചുവെക്കുന്ന ചെടി മറ്റൊരുവൻ കുഴിച്ചുവെക്കുന്നതിനേക്കാൾ അവൻ കൊടുത്തിടത്തോളം വളം കൊടുക്കാതെ വളരുന്നതും അത് പ്രയോജനപ്രദമാകുന്നതും അവൻ്റെ ശ്വാസനിശ്വാസങ്ങളുടെ കണക്കിലാണ്. ഇങ്ങനെ ചില അറിവുകളാണ് അന്തരംഗ സാധനയിൽ ഭാരതീയർ വളർത്തിയെടുത്തത്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരീക്ഷിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഇത് വായിച്ചിട്ട് പ്രസംഗിക്കാൻ പഠിച്ചാൽ ഒരു പ്രയോജനവുമില്ല. ഇത് തൻ്റെ തൊഴിലിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നറിയാൻ പരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞ് മാത്രമാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നത്. ഇത് പ്രാണായാമം കൊണ്ടാണ്. പ്രാണൻ്റെ ഇന്ദ്രിയമാണ് ആത്മാവ്. വിഷയങ്ങളിലേക്ക് സദാ പോകുന്നതും ബന്ധിക്കുന്നതുമാണ് ഇന്ദ്രിയങ്ങൾ. പഴയ കാലത്ത് അമ്മമാർ ഇന്ദ്രിയങ്ങളെ യമിക്കുന്നതിനാണ് ചില പ്രത്യേക രുചികൾ ഉണ്ടാക്കി കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തത്. കാരണം അവർക്ക് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അറപ്പുണ്ടാകണം. ആരോഗ്യത്തിനത് അനിവാര്യമാണ്. എൻ്റെ അമ്മ എനിക്ക് ആഹാരം തന്നു, എൻ്റെ രുചികൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നൊരു പ്രത്യേകതരം രുചിയെ. ഏതാണ്ട് 6 രസങ്ങളാണ്. 6 രസങ്ങളുടെ കോമ്പിനേഷനുകൾ നിങ്ങൾ എടുത്ത് പഠിച്ചാൽ, പെർമ്യൂട്ടേഷൻ എടുത്ത് പഠിച്ചാൽ 63 രസങ്ങളാണ്. 6 രസങ്ങൾ വ്യത്യസ്ത അനുപാതത്തിലായാൽ അപരിസംഖ്യേയങ്ങളാണ്. അപ്പോൾ അമ്മ അപരിസംഖ്യേയങ്ങളായ രസങ്ങളിൽ നിന്ന് കൃത്യതയുള്ളതെടുത്ത് എനിക്ക് കൃത്യതയുള്ളത് തന്ന് പഠിപ്പിച്ചു വെച്ചാൽ, എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള സ്ത്രീയെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഗോത്രമാണ്, എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീടാണ്, ഒരേ തരം ആഹാരമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ആ രുചിയിൽ അപരിസംഖ്യേയത്തിൽ ചെറിയ ഭേദമുള്ളതുകൊണ്ട് അത് കാണുമ്പോൾ, അത് അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, അത് സ്പർശിക്കുമ്പോൾ, അത് നാവിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ ഒരു അറപ്പുണ്ടാകുമെന്ന് അത് കാണുമ്പോഴേ തീരുമാനമാകുകയാൽ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, ഇപ്പം വേണ്ട എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. മറിച്ച് ഇത് രൂപപ്പെടുത്താത്ത ഒരിടത്ത് ആരോഗ്യം നഷ്ടപ്പെടുകയും കണ്ടതെല്ലാം വാരി തിന്നുകയും, മനസ്സിലായില്ല, അവസാനം ഇന്ദ്രിയങ്ങളെല്ലാം വികലമാവുകയും ചെയ്യും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ സംയമിപ്പിക്കുന്നതിന് പ്രത്യാഹാരം എന്നൊരു തന്ത്രം അമ്മ കുട്ടിക്കാലം മുതൽ പരിശീലിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് പിടിക്കുമ്പോഴാണ് ശക്തി ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. സ്വച്ഛന്തത അല്ലെങ്കിൽ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ശരീരവേഗങ്ങളെ നിയന്ത്രിക്കാതിരിക്കുകയും മാനസിക വേഗങ്ങളെയും ഇന്ദ്രിയ വേഗങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ശക്തി. കാണുന്നതിൻ്റെ എല്ലാം പിന്നാലെ പോവുകയല്ല, കേൾക്കുന്നതെല്ലാം നേടാൻ പോവുകയല്ല, അതിനെയൊക്കെ നിയന്ത്രിക്കുകയും മലം മൂത്രം മുതലായവയൊക്കെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യം. പക്ഷെ ആധുനികൻ പരിശീലനം നടത്തിയിരിക്കുന്നത് മലമൂത്രാദികളെ എല്ലാം നിയന്ത്രിക്കുകയും മാനസിക വേഗങ്ങളെ എല്ലാം തുറന്നു വിടുകയുമാണ്. ഇസ് ഇറ്റ് ട്രൂ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ വിപരീതമാണ് ഭാരതീയ ദർശനം. അങ്ങനെ ഇന്ദ്രിയമാണ് ആത്മാവ്. അത് വളരെ വിപുലമായ വിഷയമാണ്. ശരീരമാണ് ആത്മാവെന്നത്, പ്രാണനാണ് ആത്മാവെന്നത്, ഇന്ദ്രിയങ്ങളാണ് ആത്മാവെന്നത് ഒക്കെ വളരെ വിപുല വിഷയങ്ങളാണ്. അനേക ദിവസം പഠിച്ചാലേ പഠനമാവുള്ളൂ. അത് കഴിഞ്ഞാൽ മനസ്സാണ് ആത്മാവ്. മനസ്സ് ശരീരത്തിലേക്കും ആത്മാവിലേക്കും ചേർന്ന് നിൽക്കുന്നതാണ്. മനസ്സുകൊണ്ടാണ് ഒന്നിൽ നിന്നുള്ള മോചനവും, മനസ്സുകൊണ്ടാണ് ഒന്നിൻ്റെ ബന്ധവും. അത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സാങ്കേതിക ശബ്ദം നിങ്ങൾ മറന്നുപോയില്ലെങ്കിൽ, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യം ഓർമ്മയുണ്ടാവും ഇങ്ങനെ പറഞ്ഞത് തുടക്കത്തിൽ. അതായത് ഞാൻ കാണുന്ന, ഞാൻ കേൾക്കുന്ന, ഞാൻ തൊട്ടറിയുന്ന വസ്തുക്കളിലെ ദേവതകളും എൻ്റെ ദേവതകളുമായി ചേർന്നിട്ട് എൻ്റെ അനുഭവം അവിടെ രേഖപ്പെടുത്തി എൻ്റെ സ്ഥൂല ശരീരവുമായി അത് ചേർന്ന് നിൽക്കുക. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അങ്ങനൊരു സാധനമുണ്ട്. ഒരിക്കൽ അനുഭവം ഉണ്ടായതിൻ്റെ സ്മരണ
അനേക ജന്മങ്ങളിലേക്ക് നിൽക്കുക. അച്ഛൻ അനുഭവമുള്ളത് മകൻ അനുഭവിക്കാതെ അറിയുന്നു. അമ്മയ്ക്ക് അനുഭവമുള്ളത് മകൻ അനുഭവിക്കാതെ അറിയുന്നു, അനുഭവമായിത്തീരുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ പ്രാചീന ഭാരതം അച്ഛനമ്മമാരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. കാരണം ലിംഗങ്ങൾ അതിൽ മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ മാവ് എന്ന് പഠിച്ച ഒരു അച്ഛൻ്റെ കുട്ടിയെ അത് മാവ് എന്ന് കാണിച്ചു കൊടുക്കുക. മാങ്ങ എന്ന് പറഞ്ഞാൽ, മാങ്ങ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ നാവിലുണ്ടായ പുളി മകനുണ്ടാവുകയും ഉമിനീർ വരികയും ചെയ്യും. ഒരു സായിപ്പിൻ്റെ മകനോട് മാംഗോ എന്ന് പറഞ്ഞാൽ ഈ പുളി വരും. മലയാളിയുടെ പുത്രനോട് മാംഗോ എന്ന് പറഞ്ഞാൽ ഈ പുളി വരില്ല, ഇതിൻ്റെ അനുഭവം ഉണ്ടാവില്ല. ഒരു സാധനമാണെന്നുള്ള അറിവുണ്ട്. മറിച്ച് മാങ്ങ എന്നവൻ പഠിച്ചാൽ അവൻ എപ്പോൾ വേണമെങ്കിലും ലോകത്തിലെ ഏത് ഭാഷയിലേക്കും ഒരു അവശ്യഘട്ടത്തിൽ എളുപ്പത്തിൽ മൊഴിമാറ്റം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ലിംഗം എന്ന സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത്. കാരണം ലിംഗ്വിസ്റ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ, വികസിത രാജ്യങ്ങളിലൊക്കെ മലയാളികൾ പോയി താമസിക്കുമ്പോൾ അവരുടെ കുട്ടികളെ അവിടെ പഠിപ്പിക്കണമെങ്കിൽ ഒരു ഭാഷാ അധ്യാപകൻ അനിവാര്യമാണ്. ഇന്ത്യയിൽ മാത്രമാണ് വിദേശ ഭാഷകൾക്ക് അമിത പ്രാധാന്യമുള്ളത്. നിങ്ങൾക്ക് ലോകത്തെവിടെയും അന്വേഷിക്കാം. സിംഗപ്പൂര്, ഇംഗ്ലണ്ട്, അമേരിക്ക, സ്വിറ്റ്സർലൻഡ് ഒക്കെ അന്വേഷിക്കാം. ഞാൻ പറഞ്ഞത് നുണയാണോ? അവിടുത്തെ ഗവൺമെൻറ്റുകൾ പോലും സമ്മതിക്കില്ല. ഒരു തമിഴൻ്റെ കുട്ടി അവിടെ പഠിക്കാൻ ചേർന്നാൽ തമിഴ് ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആ സ്കൂളിൽ അനിവാര്യമാണ്. അതിന് കാരണം നമ്മളുടെ തലച്ചോറിന് അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. അതുകൊണ്ടാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മനസ്സ് എന്നത് പൂർവജന്മജന്മാന്തരങ്ങളിൽ നിന്ന് കൈമാറി വന്നതാണ്. ബഹുശ്രുതനാണ്. മനസ്സ് ബന്ധത്തിനും പര്യാപ്തമാണ്, മോചനത്തിനും പര്യാപ്തമാണ്. ആ മനസ്സിനെ സംയമിപ്പിക്കണം. അതിന് ധാരണ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇന്നില്ലാത്തത് അതാണ്, ധാരകത്വം. ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ അല്ല.